നമസ്കാരം, അസ്സാം വലൈക്കും. യുവർ ഡയറ്റീഷ്യൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം ഡയറ്റീഷ്യൻ ടീന സുധീർ. നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ വെയിറ്റ് കുറയാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും. പലപ്പോഴും വിദ്യാബാലൻ്റെ വീഡിയോ ഒക്കെ കണ്ടപ്പോഴാണ് ഇൻഫ്ലമേഷൻ എന്ന് പറയപ്പെടുന്ന വാക്ക് തന്നെ പലരും മനസ്സിലാക്കുന്നത്, അല്ലേ? ബോഡിയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ നീര് വെച്ച പോലെ ശരീരമൊക്കെ ഇരിക്കുകയും വെയിറ്റ് കുറയാത്ത അവസ്ഥ വരികയും ചെയ്യും. ഇത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. നമുക്കിപ്പോൾ എന്ത് ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിലും, ഇപ്പോൾ ഒരു സ്റ്റെയർ കയറുകയാണ് അല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും കാര്യത്തിന് ഓടേണ്ടി വരികയാണ്, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ശരീരത്തിന് വല്ലാത്തൊരു വേദനയും ബുദ്ധിമുട്ടും ഒക്കെ ഇൻഫ്ലമേഷൻ ഉള്ളവർക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അല്ലെങ്കിൽ ഫിസിക്കലി ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ തന്നെയും ഭയങ്കരമായിട്ട് ഇവർ വീർത്ത് കെട്ടിയിരിക്കുന്ന ഒരു പ്രകൃതം നമുക്ക് തന്നെ കാണുമ്പോൾ ശ്വാസം മുട്ടുന്ന ഒരു രീതി വരാറുണ്ട്. ഇതൊക്കെ ഇൻഫ്ലമേഷൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇൻഫ്ലമേഷൻ വരുന്നത്? നമ്മുടെ രണ്ട് ഓർഗനാണ് മെയിനായിട്ട് ഇൻഫ്ലമേഷന് കാരണം. ഒന്നാമത്തേത് നമ്മുടെ ഗട്ട്, അതായത് വയറിൻ്റെ ഹെൽത്ത് ഓക്കെ അല്ല എങ്കിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ലിവർ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ഒരു മെയിനായിട്ടുള്ളൊരു ഓർഗനാണ്. ലിവർ ഓക്കെ അല്ലെങ്കിലും ഇൻഫ്ലമേഷൻ വരും. ഗട്ടിൻ്റെ ഹെൽത്ത് എന്തുകൊണ്ടാണ് ഓക്കെ അല്ലാത്തത്? നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ള മാറ്റങ്ങൾ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ഇതിനെ എഫക്റ്റ് ചെയ്യും. ഗട്ടിൻ്റെ ഹെൽത്ത് ഓക്കെ ആവാൻ വേണ്ടിയിട്ടുള്ള രണ്ട് ഭക്ഷണ സാധനങ്ങളാണ്. ഒന്നാമത്തേത് ക്യാബേജിൻ്റെ ജ്യൂസ് അടിച്ച് കുടിക്കുക. പല രാജ്യങ്ങളിലും ക്യാബേജ് ഫെർമെൻറ്റ് ചെയ്ത്, അതായത് അച്ചാറിട്ട് വെച്ചിട്ട് യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ക്യാബേജിൻ്റെ സൂപ്പ് ആയിട്ട് കഴിക്കാം. ക്യാബേജ് സ്റ്റീം ചെയ്ത് യൂസ് ചെയ്യാം. ക്യാബേജ് സാലഡായിട്ട് യൂസ് ചെയ്യാം. ഇങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും ക്യാബേജ് യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റൊമക്കിൻ്റെ പുറമെയുള്ള ലൈനിങ് ഒക്കെ ഒന്നുകൂടെ സ്ട്രെങ്തൻ ആക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. രണ്ടാമത്തേത് തൈര് എപ്പോഴും ഒരു റുട്ടീനായിട്ട് നിങ്ങൾ കഴിക്കേണ്ടതാണ്. ഇപ്പോൾ ചോറിൻ്റെ കൂടെ ഒരു ചെറിയ കപ്പ് തൈര് നിർബന്ധമായിട്ട് യൂസ് ചെയ്യുക. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന തൈരാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്ററാണ്. അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിലുണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പുറമേ നിന്നാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഒരു കപ്പ് തൈര് നിർബന്ധമായിട്ടും ഉപയോഗിക്കേണ്ടതാണ്. അത് ഗട്ടിൻ്റെ ഹെൽത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ തൈര് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഡൈജഷനെയൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ ന്യൂട്രിയൻസിൻ്റെ അബ്സോർപ്ഷന് സഹായിക്കുന്നുണ്ട്. ഇങ്ങനെ പല കാര്യത്തിനും തൈര് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇനി അടുത്തത് omega-3, omega-6 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുന്നത് ഇൻഫ്ലമേഷൻ തടയാനായിട്ട് സഹായിക്കുന്നുണ്ട്. omega-6 അടങ്ങിയിട്ടുള്ളത് ഒരുപാട് ഓയിൽസ്, ഇപ്പോൾ ഒലിവ് ഓയിൽ, ബ്രാൻ ഓയിൽ, അതുപോലെ ഒരുപാട് ഹെൽത്തിയർ ആയിട്ടുള്ള വെജിറ്റബിൾ ഓയിൽസിലൊക്കെ omega-6 നന്നായിട്ടുണ്ട്. omega-3 ഉണ്ട്. അതുപോലെ തന്നെ omega-3 നന്നായിട്ടുള്ളത് ചിയാ സീഡിൽ നന്നായിട്ടുണ്ട്. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ ചിയാ സീഡ് നിങ്ങൾ കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം അതൊരു 2 ടേബിൾ സ്പൂൺ ആയിട്ട് വീർത്ത് വരും. ഈ ചിയാ സീഡ് ഡെയിലി യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു ദിവസത്തെ റിക്വയർമെൻറ്റ്, omega-3യുടെ റിക്വയർമെൻറ്റ് കറക്റ്റായിട്ട് കിട്ടാനായിട്ട് സഹായിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ സപ്ലിമെൻറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. സപ്ലിമെൻ്റൊക്കെ ബോഡിയിലോട്ട് അബ്സോർപ്ഷൻ വളരെ കുറവായിരിക്കും. ഫുഡിൽ നിന്നുള്ള അബ്സോർപ്ഷനാണ് കറക്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഫുഡ് കഴിക്കുന്നത് തന്നെയാണ് ബെറ്റർ. നിങ്ങൾ സപ്ലിമെൻറ്റ് യൂസ് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് ഇതുപോലെ ചിയാ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ്, ഇതിൽ നിന്നൊക്കെ തന്നെ ഒരുപാട് omega-3 കിട്ടും. അതുപോലെ വാൾനട്ടിൽ നന്നായിട്ട് omega-3 ഉണ്ട്. അപ്പോൾ ഇതൊക്കെ റെഗുലറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെയും കറക്റ്റായിട്ടുള്ള റിക്വയർമെൻറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അല്ലാതെ സപ്ലിമെൻറ്റിൻ്റെ പിന്നാലെ പോകേണ്ട കാര്യമൊന്നുമില്ല. ഹെർബ്സ് ഉണ്ട്. ചില ഹെർബ്സ് യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ ഇൻഫ്ലമേഷൻ തടയും. അങ്ങനെയുള്ള ഹെർബ്സ് പല വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തേത് മഞ്ഞൾ. ശുദ്ധമായ മഞ്ഞൾ പൊടി ആയിരിക്കണമെന്ന് മാത്രം. നമ്മുടെ വീട്ടിൽ മഞ്ഞൾ വാങ്ങി പൊടിപ്പിക്കുക. അങ്ങനെയുള്ള മഞ്ഞൾപ്പൊടി. അതുപോലെ തന്നെ നല്ല ജീരകം നല്ലതാണ്. അതുപോലെ നമ്മുടെ കുരുമുളക് ഒരുപാട് നല്ലതാണ്. അരിമോദകം നല്ലതാണ്. ഇഞ്ചി നല്ലതാണ്. വെളുത്തുള്ളി, ഇതൊക്കെ ഇൻഫ്ലമേഷൻ തടയാനായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഹെർബാണ് കറുകപ്പട്ട പല വീഡിയോസിലും ഞാൻ പറയുന്നതാണ്. കറുകപ്പട്ട നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മിക്കവരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് ഈ കറുകപ്പട്ടയുടെ പൊടി വെള്ളത്തിലിട്ടിട്ട് അങ്ങ് തിളപ്പിക്കും. അത് ചെയ്യരുത്. കറുകപ്പട്ട മാത്രം നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ കറുകപ്പട്ടയുടെ പൊടി ശുദ്ധമായ കറുകപ്പട്ട ആയിരിക്കണമെന്ന് മാത്രം കേട്ടോ. ശുദ്ധമായ കറുകപ്പട്ട വാങ്ങിയിട്ട് നിങ്ങൾ പൊടിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. മിക്സിയിൽ പൊടിച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. എന്നിട്ട് അതിൽ നിന്ന് ഒരു 1/4 ടീസ്പൂൺ എടുത്തിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വേണം കുടിക്കാനായിട്ട്. അല്ലാതെ അതിട്ട് തിളപ്പിക്കരുത്. അതിൻ്റെ ആൻറ്റി ഓക്സിഡൻസ് പ്രോപ്പർട്ടീസ് കംപ്ലീറ്റ് നഷ്ടമാവും. അപ്പോൾ കറുകപ്പട്ട ഒരുപാട് നല്ലതാണ് ഇൻഫ്ലമേഷൻ തടയാനായിട്ട്. അതുപോലെ തന്നെ മഞ്ഞൾ ഞാൻ പറഞ്ഞല്ലോ, മഞ്ഞളിൻ്റെ കുർക്കുമിനും പെപ്പറിൻ എന്ന് പറയും,
ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് നമ്മുടെ കുരുമുളകിലുള്ളത്. ഇത് രണ്ടും ചേർന്ന് കഴിഞ്ഞാൽ അത് വളരെയധികം എഫക്റ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ മഞ്ഞൾ യൂസ് ചെയ്യുകയാണെങ്കിൽ വെള്ളത്തിലിട്ട് തിളപ്പിക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് കുരുമുളകും കൂടി ഇട്ട് തിളപ്പിച്ച് കഴിയുവാണെങ്കിൽ അതിൻ്റെ ഒരു ന്യൂട്രീഷണൽ ക്വാളിറ്റി കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആവുന്നതായിരിക്കും. ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി കുറച്ച് ഇമ്പ്രൂവ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യുക. എല്ലാ ഹെർബ്സും മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് വെള്ളം തിളപ്പിച്ച് കുടിക്കാവുന്നതാണ്. ഇതൊക്കെ ഇൻഫ്ലമേഷൻ തടയാനായിട്ട് സഹായിക്കുന്നു. ഇതൊന്നും ഓവർ ആവരുതെന്ന് മാത്രം, ഏതെങ്കിലും ഒരു ടൈം മാത്രം യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. നിങ്ങൾക്കറിയാമോ ഇൻഫ്ലമേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 3 ടെസ്റ്റിൽ കൂടി ഇൻഫ്ലമേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. WBC എലിവേറ്റഡ് ആണെങ്കിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവും ബോഡിയിൽ. അതുപോലെ തന്നെ ESR സാധാരണ നിങ്ങൾക്ക് അറിയാമല്ലോ, പനിയൊക്കെ വരുമ്പോൾ ESR എലിവേറ്റഡ് ആയിരിക്കും, അപ്പോൾ ഇൻഫ്ലമേഷൻ ഉണ്ടാവും. പിന്നെ അതുപോലെ C റിയാക്റ്റീവ് പ്രോട്ടീൻ എന്ന് പറയും, അത് എലിവേറ്റഡ് ആണെങ്കിലും ബോഡിയിൽ ഇൻഫ്ലമേഷൻ ഉണ്ട്. അപ്പോൾ ഇത് 3 ടെസ്റ്റും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ റെമഡീസൊക്കെ നിങ്ങൾ നോക്കുക. വളരെ എഫക്റ്റീവ് ആയിരിക്കും. അത് ഇൻഫ്ലമേഷൻ കുറയാനും വെയിറ്റ് റെഡ്യൂസ് ചെയ്യാനും ഫാറ്റി ലിവർ ഉള്ളവർക്കൊക്കെ അത് റെഡ്യൂസ് ചെയ്യാനും സിറോസിസ് ഉള്ളവർക്കും ഒക്കെ നല്ലത് തന്നെയാണ് ഇതുപോലെയുള്ള ഹോം റെമഡീസൊക്കെ ട്രൈ ചെയ്യുന്നത്. ഇനി ചെറിയൊരു പൊടിക്കൈയും കൂടെ ഞാൻ പറഞ്ഞു തരാം ഇൻഫ്ലമേഷൻ തടയാൻ വേണ്ടിയിട്ട്. ആപ്പിൾ സൈഡർ വിനെഗർ, ഈ ആർത്രൈറ്റീസിനൊക്കെ ഇത് നല്ലതാണ് കേട്ടോ. ആപ്പിൾ സൈഡർ വിനെഗറൊക്കെ യൂസ് ചെയ്യുന്നത് ആർത്രൈറ്റീസ് ഉള്ളവർക്ക് നല്ലതാണ്. അതായത് വാദസംബന്ധമായിട്ടുള്ള അസുഖം കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്കൊക്കെ വളരെ എഫക്റ്റീവാണ്. 5 ml മതിയാവും. ഏതെങ്കിലും ഒരു സമയത്ത് യൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുവാണെങ്കിൽ അതിനൊരു അരമണിക്കൂർ മുമ്പ് ഒരു ഗ്ലാസ് ചെറിയ ചൂടുവെള്ളത്തിൽ ഒരു 5 ml ആപ്പിൾ സൈഡർ വിനെഗർ മിക്സ് ചെയ്തിട്ട് കുടിക്കുന്നത് നല്ലതായിരിക്കും. പക്ഷേ എല്ലാവർക്കും ആപ്പിൾ സൈഡർ വിനെഗർ പറ്റണമെന്നില്ല. ചിലർക്ക് ഈ അബ്ഡോമിനൽ പെയിന്, അതുപോലെ തന്നെ അസിഡിറ്റി, ബ്ലോട്ടിംഗ് ഒക്കെ ഉള്ളവർക്ക് ഇത് ചിലപ്പോൾ പറ്റണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ ഇത് യൂസ് ചെയ്യേണ്ട. അതിന് പകരം ബ്ലാക്ക് മൊളാസസ് കിട്ടും. അതായത് നമ്മുടെ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റാണ് ഈ മൊളാസസ് എന്ന് പറയുന്നത്. ഒരു കറുത്ത കളറിലുണ്ടാവും, അതിപ്പോൾ ബോട്ടിലൊക്കെ വരുന്നുണ്ട്. ബ്ലാക്ക് മൊളാസസ് നിങ്ങൾ യൂസ് ചെയ്യുന്നതും വളരെ നല്ലതാണ്. ഇൻഫ്ലമേഷൻ തടയാനായിട്ട് ഈ ആർത്രൈറ്റിസ് ഉള്ളവർക്കും ഒക്കെ വളരെ നല്ലതാണ്. മെഡിസിൻസ് ഒക്കെ ഇപ്പോൾ യൂസ് ചെയ്യേണ്ടി വരും ചില ഘട്ടത്തിൽ. പക്ഷേ ആദ്യമേ തന്നെ ഇതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ എന്താ പ്രശ്നമെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റേതായ സൈഡ് എഫക്ട്സ് വേറെ ഉണ്ടാവും. അപ്പോൾ ആദ്യമേ ഹോം റെമഡീസ് ട്രൈ ചെയ്ത് നോക്കുക. അതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മെഡിസിൻസിലോട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.